ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് നാളെ പരീക്ഷയുള്ളവർക്ക് വേണ്ടി സെലക്ട് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, 2025 ലോക പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന നഗരം ഏതാണ്? 2025 ലോക പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത് ന്യൂഡൽഹി ആണ്. ന്യൂഡൽഹി. 2025 ബ്രിക്സ് ഉച്ചകോടിയിൽ ബ്രിക്സിൽ ഔദ്യോഗികമായിട്ട് അംഗത്വം നേടിയ പുതിയ രാജ്യമേത്? 2025 ബ്രിക്സ് ഉച്ചകോടിയിൽ ബ്രിക്സിൽ ഔദ്യോഗികമായിട്ട് അംഗത്വം നേടിയ പുതിയ രാജ്യമേത്? ഇന്തോനേഷ്യയാണ്. ഇന്തോനേഷ്യ. 2026 ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം 2026 ഇന്ത്യയാണ്. ഇന്ത്യ. 2026 ആഗോള AI ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ആഗോള AI ഉച്ചകോടി 2026 ആതിഥേയത്വം വഹിക്കുന്നത് ഇന്ത്യയാണ്. ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ പോലീസ് സ്റ്റേഷൻ. ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ പോലീസ് സ്റ്റേഷനാണ് അർത്തുങ്കൽ പോലീസ് സ്റ്റേഷൻ, ആലപ്പുഴ ജില്ല. അർത്തുങ്കൽ പോലീസ് സ്റ്റേഷൻ, ആലപ്പുഴ ജില്ല. ചെസ് ലോകകപ്പ് നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത. ചെസ് ലോകകപ്പ് നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിത ദിവ്യ ദേശ്മുഖ് ആണ്. ദിവ്യ ദേശ്മുഖ്. കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനായിട്ട് നിയമിതനായത് കെ മധു ആണ്. സംവിധായകൻ കെ മധു ആണ് കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനായിട്ട് നിയമിതനായത്. പഞ്ചസാരയുടെ അമിത ഉപയോഗം ഉയർത്തുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് കുട്ടികളെ ബോധവൽക്കരിക്കാൻ സ്കൂളുകളിൽ പഞ്ചസാര ബോർഡ് സ്ഥാപിക്കുന്ന സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്ര. ഏഷ്യയിലെ ആദ്യത്തെ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം ഇരവികുളം ദേശീയോദ്യാനമാണ്. ഇരവികുളം ദേശീയോദ്യാനമാണ് ഏഷ്യയിലെ ആദ്യത്തെ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം. രാജ്യത്തെ ആദ്യത്തെ വനിതാ സ്കൂബ ഡൈവിംഗ് സംഘം കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിന്റെ ഗ്യാനൈറ്റ്സ് ആണ്. ഗ്യാനൈറ്റ്സ്. സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നതിനുള്ള ഇന്ത്യയുടെ പദ്ധതി സമുദ്രയാൻ. സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നതിനുള്ള ഇന്ത്യയുടെ പദ്ധതിയാണ് സമുദ്രയാൻ. സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കുട്ടികൾക്കായി ആരംഭിക്കുന്ന ഇന്റർനെറ്റ് റേഡിയോ. സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കുട്ടികൾക്കായിട്ട് ആരംഭിക്കുന്ന ഇന്റർനെറ്റ് റേഡിയോ ആണ് റേഡിയോ നെല്ലിക്ക. പേര് റേഡിയോ നെല്ലിക്ക. ലോക ജന്തുജന്യ രോഗ ദിനമായിട്ട് ആചരിക്കുന്നത്. ലോക ജന്തുജന്യ രോഗ ദിനം ജൂലൈ 6 ആണ്. ജൂലൈ 6. 2025 G7 ഉച്ചകോടി നടന്നത്. 2025 G7 ഉച്ചകോടി കാനഡ. ന്യൂയോർക്ക് ടൈംസിന്റെ ഈ നൂറ്റാണ്ടിലെ മികച്ച സിനിമയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ന്യൂയോർക്ക് ടൈംസിന്റെ ഈ നൂറ്റാണ്ടിലെ മികച്ച സിനിമയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് പാരസൈറ്റ് ആണ്. കൊറിയൻ ചിത്രമായ പാരസൈറ്റ്. സംവിധാനം ചെയ്തത് ബോങ് ജുൻ ഹോയാണ്. ഇന്ത്യയിലെ മികച്ച ദേശീയോദ്യാനമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഇരവികുളം ദേശീയോദ്യാനവും അതുപോലെ ജമ്മു കാശ്മീരിലെ ഡച്ചിംഗം ദേശീയോദ്യാനവുമാണ് ഇന്ത്യയിലെ മികച്ച ദേശീയോദ്യാനമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇരവികുളം ദേശീയോദ്യാനം, ജമ്മു കാശ്മീരിലെ ഡച്ചിംഗം ദേശീയോദ്യാനവും. യോഗ പോളിസി നടപ്പിലാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. യോഗ പോളിസി ഉത്തരാഖണ്ഡ് ആണ്. ഉത്തരാഖണ്ഡ്. ഇന്ത്യയിലെ അതിദരിദ്രരില്ലാത്ത ആദ്യ ജില്ല ഏതാണ്? അതിദരിദ്രരില്ലാത്ത ആദ്യത്തെ ജില്ല കോട്ടയമാണ്. കോട്ടയം ജില്ലയാണ് ഇന്ത്യയിലെ അതിദരിദ്രരില്ലാത്ത ആദ്യത്തെ ജില്ല. 2025 50-ാം വാർഷികം ആചരിച്ച ഇന്ത്യൻ ബഹിരാകാശ ദൗത്യം. 2025 50-ാം വാർഷികം ആചരിച്ച ഇന്ത്യൻ ബഹിരാകാശ ദൗത്യം ഏതാണ്? ആര്യഭട്ടയാണ്. ആര്യഭട്ട. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ച US സൈനിക നടപടിയുടെ പേര്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ച US സൈനിക നടപടിയുടെ പേരാണ് ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ. ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ. ക്യാൻസർ പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിൻ ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്നതിന്റെ ഗുഡ്വിൽ അംബാസിഡർ ആരാണ്? ക്യാൻസർ പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായിട്ട് സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിൻ ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം.
ഗുഡ്വിൽ അംബാസിഡർ മഞ്ജു വാര്യർ. കേരളത്തിലെ നിലവിലെ പോലീസ് മേധാവി ആരാണ്? കേരളത്തിലെ നിലവിലെ പോലീസ് മേധാവി ആരാണ്? റവാഡ എ ചന്ദ്രശേഖർ IPS ആണ്. റവാഡ എ ചന്ദ്രശേഖർ IPS. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിലെ 69ാമത്തെ അംഗം. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിലെ 69ാമത്തെ അംഗമാണ് ഇസ്രായേൽ. ഗോൾഡൻ ഗ്ലോബ് റേസ് പൂർത്തിയാക്കിയ ആദ്യത്തെ ഏഷ്യക്കാരനാര്? ഗോൾഡൻ ഗ്ലോബ് റേസ് പൂർത്തിയാക്കിയ ആദ്യ ഏഷ്യക്കാരൻ അഭിലാഷ് ടോമിയാണ്. അഭിലാഷ് ടോമി സഞ്ചരിച്ച പായ് വഞ്ചിയാണ് ഭയാനക്. നിർമ്മിത ബുദ്ധി സേവനങ്ങൾ വിവിധ പ്രാദേശിക ഭാഷകളിലും ലഭ്യമാക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി. നിർമ്മിത ബുദ്ധി സേവനങ്ങൾ വിവിധ പ്രാദേശിക ഭാഷകളിലും ലഭ്യമാക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ഭാരത് ജൻ. പദ്ധതിയുടെ പേര് ഭാരത് ജൻ. കുടുംബത്തിന്റെ വാർഷിക വരുമാനം പരിഗണിക്കാതെ 70 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും വേണ്ടി നടപ്പാക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതി ഏത്? കുടുംബത്തിന്റെ വാർഷിക വരുമാനം പരിഗണിക്കാതെ 70 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും വേണ്ടി നടപ്പാക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ്. ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ്. 2024 ഫിലിം ക്രിട്ടിക്സ് അവാർഡ്സിൽ മികച്ച ചിത്രം. 2024 ഫിലിം ക്രിട്ടിക്സ് അവാർഡ് ലഭിച്ച മികച്ച ചിത്രം ഏതാണ്? ഫെമിനിറ്റി ഫാത്തിമയാണ്. ഫെമിനിറ്റി ഫാത്തിമ. 2030 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി ഏതാണ്? 2030 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി ഇന്ത്യയാണ്. 2025 7ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ജേതാക്കൾ. 2025 7ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ജേതാക്കളാണ് മഹാരാഷ്ട്ര. എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ മലയാളി വനിത ആരാണ്? എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ മലയാളി വനിത സഫീന ലത്തീഫാണ്. സഫീന ലത്തീഫ്. 2025 മെയ്യില് കേരള ഹൈക്കോടതി ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറൽ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. 2025 മെയ്യില് കേരള ഹൈക്കോടതി ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറൽ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് OM ശാലീനയാണ്. OM ശാലീന. 2025 ഭൂകമ്പം ബാധിച്ച മ്യാൻമാറിനെ സഹായിക്കാൻ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ ബ്രഹ്മ. ഏത് രാജ്യത്തെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്? മ്യാൻമാറിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. 2025 ഏപ്രില് ആമസോൺ വിക്ഷേപിച്ച ഉപഗ്രഹ ഇന്റർനെറ്റ് പ്രോജക്റ്റ്. 2025 ഏപ്രില് ആമസോൺ വിക്ഷേപിച്ച ഉപഗ്രഹ ഇന്റർനെറ്റ് പ്രോജക്റ്റ് ആണ് കൈപ്പർ. ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ പേലോഡ് ഹോസ്റ്റിംഗ് ഉപഗ്രഹം. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ പേലോഡ് ഹോസ്റ്റിംഗ് ഉപഗ്രഹമാണ് നീള. വിക്കിപീഡിയ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? വിക്കിപീഡിയ ദിനം ജനുവരി 15. നിഖിൽ ബി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നിഖിൽ ബി ഗോഗോ താരമാണ്. നിഖിൽ ബി ഗോഗോ താരം. ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിന് വേണ്ടി വിജയകരമായി പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ. ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിന് വേണ്ടിയിട്ട് വിജയകരമായിട്ട് പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ആണ് സഖി. പേര് സഖി. ദ സ്പേസ് ബോൺ അസിസ്റ്റന്റ് ആൻഡ് നോളജ് ഹബ് ഫോർ ക്രൂ ഇന്ററാക്ഷൻ. SAKHI സഖി. 2025 പത്മശ്രീ ലഭിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് താരം. 2025 പത്മശ്രീ ലഭിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ്? രവിചന്ദ്രൻ അശ്വിനാണ്. രവിചന്ദ്രൻ അശ്വിൻ. സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുമുള്ള 100ാമത്തെ ദൗത്യം. സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുമുള്ള 100ാമത്തെ ദൗത്യം NVS-02. NVS-02. 2025 ദേശീയ ഗെയിംസിൽ ഭാരത് ദോഹന മത്സരത്തിൽ സ്വർണം നേടിയ മലയാളി വനിത. 2025 ദേശീയ ഗെയിംസിൽ ഭാരത് ദോഹന മത്സരത്തിൽ സ്വർണം നേടിയ മലയാളി വനിതയാണ് സുഫ്ന ജാസ്മിൻ. സുഫ്ന ജാസ്മിൻ. ദേശീയ ഗെയിംസിൽ നീന്തലിൽ കേരളത്തിനായിട്ട് സ്വർണം നേടിയ വനിത. നീന്തലിൽ ഹർഷിത ജയറാമാണ്. ഹർഷിത ജയറാം. ജനകീയ ജൈവ വൈവിധ്യ രജിസ്റ്ററുകൾ തയ്യാറാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം. ജനകീയ ജൈവ വൈവിധ്യ രജിസ്റ്ററുകൾ തയ്യാറാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം.
കാലാവധി കഴിഞ്ഞതും ഉപയോഗിക്കാത്തതുമായ മരുന്നുകൾ മൂലമുള്ള പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി കേരളം ആരംഭിച്ച സംരംഭം. കാലാവധി കഴിഞ്ഞതും ഉപയോഗിക്കാത്തതുമായ മരുന്നുകൾ മൂലമുള്ള പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായിട്ട് കേരളം ആരംഭിച്ച സംരംഭമാണ് N-PROUD എന്നത്. ന്യൂ പ്രോഗ്രാം ഫോർ റിമൂവൽ ഓഫ് അൺയൂസ്ഡ് ഡ്രഗ്സ്, N-PROUD. 2025 ഇന്റർനാഷണൽ ബുക്കർ സമ്മാനം ലഭിച്ച എഴുത്തുകാരി. 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിച്ച എഴുത്തുകാരിയാണ് ബാനു മുഷ്താഖ്. 2025 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച മലയാള ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. മികച്ച മലയാള ചിത്രം ഉള്ളൊഴുക്ക്. 2025 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച മലയാള ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഉള്ളൊഴുക്ക്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി നടന്ന ആക്രമണങ്ങളുടെ യഥാർത്ഥ വിവരങ്ങൾ ഉപഗ്രഹ ചിത്ര തെളിവുകളോടെ ലോകത്തിന് മുന്നിൽ എത്തിക്കാൻ നിർണായക പങ്കുവഹിച്ച മലയാളി സ്റ്റാർട്ടപ്പ് കമ്പനി ഏതാണ്? കാവ സ്പേസ് ആണ്. കാവ സ്പേസ്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി നടന്ന ആക്രമണങ്ങളുടെ യഥാർത്ഥ വിവരങ്ങൾ ഉപഗ്രഹ ചിത്ര തെളിവുകളോടെ ലോകത്തിന് മുന്നിൽ എത്തിക്കാൻ നിർണായക പങ്കുവഹിച്ച മലയാളി സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് കാവ സ്പേസ്. സംസ്ഥാനത്ത് ഇനി മുതൽ ആന്റിബയോട്ടിക്കുകൾ ഏത് നിറമുള്ള കവറിൽ നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്? നീലയാണ്. നീല നിറം. ഇന്ത്യയിലെ ആദ്യത്തെ യാചകരഹിത നഗരം ഇൻഡോർ ആണ്. ഇൻഡോർ. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചത് എന്നാണ്? കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചത് 2025 മെയ് 2-നാണ്. 2025 മെയ് 2. ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിച്ച ബാനു മുഷ്താഖിന്റെ ചെറുകഥ സമാഹാരം ഏതാണ്? ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിച്ച ബാനു മുഷ്താഖിന്റെ ചെറുകഥാ സമാഹാരമാണ് ഹാർട്ട് ലാംബ്. ഹാർട്ട് ലാംബ്. വിവർത്തനം ദീപ ബാസ്തിയാണ്. ഇംഗ്ലീഷ് വിവർത്തനം നടത്തിയത് ദീപ ബാസ്തി. പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ തിരിച്ചടിക്ക് നൽകിയ പേര്? ഓപ്പറേഷൻ സിന്ദൂർ. ഓപ്പറേഷൻ സിന്ദൂർ. യുനെസ്കോയുടെ മെമ്മറി ഓഫ് ദി വേൾഡ് രജിസ്റ്ററിൽ ആലേഖനം ചെയ്ത 2 ക്ലാസിക്കൽ ഇന്ത്യൻ ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ്? യുനെസ്കോയുടെ മെമ്മറി ഓഫ് ദി വേൾഡ് രജിസ്റ്ററിൽ ആലേഖനം ചെയ്ത 2 ക്ലാസിക്കൽ ഇന്ത്യൻ ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ്? ശ്രീമദ് ഭഗവത്ഗീത, നാട്യശാസ്ത്രം എന്നിവയാണ്. ശ്രീമദ് ഭഗവത്ഗീത, നാട്യശാസ്ത്രം. ബഹിരാകാശ ദൗത്യങ്ങൾക്കായി വിക്രം 3201, കൽപ്പന 3201 എന്നീ അതിവേഗ മൈക്രോ പ്രോസസ്സറുകൾ വികസിപ്പിച്ചെടുത്ത സ്ഥാപനം ഏത്? ISRO ആണ്. ഏതൊക്കെയാണ്? വിക്രം 3201, കൽപ്പന 3201. 2025 ഏപ്രിലിൽ അന്തരിച്ച ഇന്ത്യൻ ഷൂട്ടിംഗ് മേഖലയിലെ പ്രമുഖ പരിശീലകനും ദ്രോണാചാര്യ അവാർഡ് ജേതാവുമായ വ്യക്തി. അദ്ദേഹം 2025 ഏപ്രിലിൽ അന്തരിച്ചു. സണ്ണി തോമസ് ആണ്. ഏത് മേഖലയിലായിരുന്നു പ്രശസ്തൻ? ഷൂട്ടിംഗ് മേഖല. ലോകത്ത് ആദ്യമായി മണലിൽ നിർമ്മിച്ച ബാറ്ററി സ്ഥാപിച്ച രാജ്യം? ലോകത്ത് ആദ്യമായിട്ട് മണലിൽ നിർമ്മിച്ച ബാറ്ററി സ്ഥാപിച്ചത് ഫിൻലാൻഡ് ആണ്. ഫിൻലാൻഡ്. 2025 ലോക ഭൗമ ദിനത്തിന്റെ പ്രമേയം? 2025 ലോക ഭൗമ ദിനത്തിന്റെ പ്രമേയം അവർ പവർ അവർ പ്ലാനറ്റ് എന്നാണ്. നമ്മുടെ ശക്തി നമ്മുടെ ഗ്രഹം. 2025 ലോക ഭൗമ ദിനത്തിന്റെ പ്രമേയം നമ്മുടെ ശക്തി നമ്മുടെ ഗ്രഹം. ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തി? ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തിയാണ് കാമി റീത്ത ഷെർപ്പ. കാമി റീത്ത ഷെർപ്പ. സംസ്ഥാനത്ത് പോക്സോ കേസുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സ്കൂൾ അധ്യാപകർക്ക് ലൈംഗിക വിദ്യാഭ്യാസത്തിൽ പരിശീലനം നൽകുന്ന പദ്ധതി ഏത്? പദ്ധതിയുടെ പേര് പ്രോജക്റ്റ് എക്സ് എന്നാണ്. പ്രോജക്റ്റ് എക്സ്. 1975 ഇന്ത്യ പുരുഷ ഹോക്കി ലോകകപ്പ് വിജയിച്ചതിന്റെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ പുസ്തകം? 1975 ഇന്ത്യ പുരുഷ ഹോക്കി ലോകകപ്പ് വിജയിച്ചതിന്റെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ പുസ്തകമാണ് മാർച്ച് ഓഫ് ഗ്ലോറി എന്നത്. പുസ്തകത്തിന്റെ പേര് മാർച്ച് ഓഫ് ഗ്ലോറി. വഖഫ് ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നത്? വഖഫ് ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നത്
ഏപ്രിൽ 8, 2025. ഏപ്രിൽ 8, 2025. സ്പേസ് ഇന്ത്യയുടെ പുതിയ ബ്രാൻഡ് അംബാസിഡർ. സ്പേസ് ഇന്ത്യയുടെ പുതിയ ബ്രാൻഡ് അംബാസിഡർ സഞ്ജന സംഖ്യയാണ്. സഞ്ജന സംഖ്യ. 2025 നടന്ന ഏഷ്യൻ അത്ലറ്റിക്സിൽ ഇന്ത്യക്ക് കിട്ടിയ മെഡലുകളുടെ എണ്ണം എത്രയാണ്? 2025 നടന്ന ഏഷ്യൻ അത്ലറ്റിക്സിൽ ഇന്ത്യക്ക് കിട്ടിയ മെഡലുകളുടെ എണ്ണം 24. 8 ഗോൾഡ്, 10 സിൽവർ, 6 ബ്രോൺസ്. 24 മെഡലുകളാണ് കിട്ടിയത്. ഗോൾഡ് 8, സിൽവർ 10, ബ്രോൺസ് 6. 2025 അന്താരാഷ്ട്ര യോഗാ ദിനവേദി. 2025 അന്താരാഷ്ട്ര യോഗാ ദിനവേദി വിശാഖപട്ടണമാണ്. വിശാഖപട്ടണം. അന്താരാഷ്ട്ര യോഗ ദിനമായിട്ട് ആചരിക്കുന്നത് ജൂൺ 21. ജൂൺ 21. മലയാള സിനിമാ നടൻ ബഹദൂറിന്റെ പേരിൽ പുറത്തിറക്കിയ പുതിയ മലയാളം ലിപിയാണ് ബഹദൂർ അക്ഷരങ്ങൾ. ബഹാദൂർ അക്ഷരങ്ങൾ. ബഹദൂർ ഫോണ്ട് രൂപകൽപ്പന ചെയ്തത് KH ഹുസൈൻ ആണ്. KH ഹുസൈൻ. 78ാം കാൻ ചലച്ചിത്രമേളയിൽ ഏറ്റവും ഉയർന്ന പുരസ്കാരമായ പാം ഡോർ നേടിയത്. 78ാമത്തെ കാൻ ചലച്ചിത്രമേളയിൽ ഏറ്റവും ഉയർന്ന പുരസ്കാരമായ പാം ഡോർ നേടിയത് ജാഫർ പനാഹിയാണ്. ജാഫർ പനാഹി. ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ ആർച്ച് റെയിൽ പാലമായ ജമ്മു കാശ്മീരിലെ ചെനാബ് പാലം പ്രധാനമന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചത് എന്നാണ്. ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ ആർച്ച് റെയിൽ പാലമായ ജമ്മു കാശ്മീരിലെ ചെനാബ് പാലം പ്രധാനമന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചത് 2025 ജൂൺ 6 2025 ജൂൺ 6. ഇരുട്ടിലും കാഴ്ച സാധ്യമാക്കുന്ന ഇൻഫ്രാറെഡ് കോണ്ടാക്ട് ലെൻസുകൾ വികസിപ്പിച്ച രാജ്യം. ഇരുട്ടിലും കാഴ്ച സാധ്യമാക്കുന്ന ഇൻഫ്രാറെഡ് കോണ്ടാക്ട് ലെൻസുകൾ വികസിപ്പിച്ചത് ചൈന. ഇന്ത്യയിലെ ഏറ്റവും വലിയ പുള്ളിപ്പുലി സഫാരി പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ്? ബെന്നാർഘട്ട ബയോളജിക്കൽ പാർക്കിലാണ്. കർണാടകത്തിലെ ബെന്നാർഘട്ട ബയോളജിക്കൽ പാർക്ക്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തിയ ആദ്യത്തെ ചരക്കു കപ്പൽ ഏത്? വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തിയ ആദ്യത്തെ ചരക്കു കപ്പലാണ് സാൻ ഫെർണാണ്ടോ. കപ്പലിന്റെ പേര് സാൻ ഫെർണാണ്ടോ. 2024 ജൂലൈ 1 മുതൽ CRPCക്ക് പകരം പ്രാബല്യത്തിൽ വന്ന പുതിയ നിയമം. CRPCക്ക് പകരം പ്രാബല്യത്തിൽ വന്നത് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. വിദ്യാർത്ഥികൾക്ക് സാനിറ്ററി നാപ്കിൻ വാങ്ങാൻ പണം നൽകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം. വിദ്യാർത്ഥികൾക്ക് സാനിറ്ററി നാപ്കിൻ വാങ്ങാൻ പണം നൽകുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് മധ്യപ്രദേശ്. ഇന്ത്യയിലെ ശ്രേഷ്ഠ ഭാഷകളുടെ എണ്ണം എത്രയാണ്? 11. ശ്രേഷ്ഠ ഭാഷകളുടെ എണ്ണം നിലവിൽ 11. ഇന്ത്യയിലെ ആദ്യത്തെ ആന്റി ഡ്രോൺ തുറമുഖമായി മാറിയ തുറമുഖം. ഇന്ത്യയിലെ ആദ്യത്തെ ആന്റി ഡ്രോൺ തുറമുഖം ദീൻ ദയാൽ തുറമുഖമാണ്. കാട്ട്ലയിലെ ദീൻ ദയാൽ തുറമുഖം. റെയിൽവേ ട്രാക്കുകൾക്കിടയിൽ പോർട്ടബിൾ സോളാർ പാനലുകൾ സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ നഗരം ഏത്? റെയിൽവേ ട്രാക്കുകൾക്കിടയിൽ പോർട്ടബിൾ സോളാർ പാനലുകൾ സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ നഗരമാണ് ഉത്തർപ്രദേശിലെ വാരണാസി. ഉത്തർപ്രദേശിലെ വാരണാസി. വീട്ടിലും പൊതുസമൂഹത്തിലും കുട്ടികൾ നേരിടുന്ന അതിക്രമണങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകാൻ ലക്ഷ്യമിട്ടുള്ള സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ പദ്ധതിയുടെ പേരാണ് സുരക്ഷാമിത്ര. പദ്ധതിയുടെ പേര് സുരക്ഷാമിത്ര. വീട്ടിലും പൊതുസമൂഹത്തിലും കുട്ടികൾ നേരിടുന്ന അതിക്രമണങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകാൻ ലക്ഷ്യമിട്ടുള്ള സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ പദ്ധതിയാണ് സുരക്ഷാമിത്രം. കേരളത്തിൽ ആദ്യമായി പുറത്തിറങ്ങുന്ന കുമ്മറ മലയാളം നിഘണ്ടു ഏത്? സ്വമാണ്. സ്വം. കേരളത്തിൽ ആദ്യമായിട്ട് പുറത്തിറങ്ങുന്ന കുമ്മറ മലയാളം നിഘണ്ടു സ്വം. കേരളത്തിലെ സബ് രജിസ്ട്രാർ ഓഫീസുകളിലെ അഴിമതി തടയാനായി വിജിലൻസ് നടത്തിയ പരിശോധനയുടെ പേരാണ് ഓപ്പറേഷൻ സെക്യൂർ ലാൻഡ് എന്നത്. ഓപ്പറേഷൻ സെക്യൂർ ലാൻഡ്. കേരളത്തിലെ സബ് രജിസ്ട്രാർ ഓഫീസുകളിലെ അഴിമതി തടയാൻ വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ സെക്യൂർ ലാൻഡ്. ഇന്ത്യയുടെ സമുദ്രയാൻ പദ്ധതിയിൽ പങ്കാളിയായ മലയാളി ആര്? ഇന്ത്യയുടെ സമുദ്രയാൻ പദ്ധതിയിൽ പങ്കാളിയായത് G. ഹരികൃഷ്ണനാണ്. G. ഹരികൃഷ്ണൻ. ബുക്കർ പ്രൈസ് ജേതാവായ അരുന്ധതി റോയുടെ ഓർമ്മ പുസ്തകമായി അടുത്തിടെ പുറത്തിറങ്ങിയ കൃതി ഏതാണ്? ബുക്കർ പ്രൈസ് ജേതാവായ അരുന്ധതി റോയുടെ ഓർമ്മ പുസ്തകമായിട്ട് അടുത്തിടെ പുറത്തിറങ്ങിയത്
മദർ മേരി കംസ് ടു മീ ആണ്. മദർ മേരി കംസ് ടു മീ. 2025 മിസ് യൂണിവേഴ്സ് ഇന്ത്യ സുന്ദരി പട്ടം നേടിയത് ആര്? 2025 മിസ് യൂണിവേഴ്സ് ഇന്ത്യ സുന്ദരി പട്ടം നേടിയത് മനിക വിശ്വകർമ്മ. രാജസ്ഥാനിൽ നിന്നുമുള്ള മനിക വിശ്വകർമ്മയാണ്. ഗുരുതരമായ കുറ്റകൃത്യങ്ങളുടെ പേരിൽ പ്രധാനമന്ത്രിയോ കേന്ദ്രമന്ത്രിയോ സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ മുഖ്യമന്ത്രിമാരോ തുടർച്ചയായി 30 ദിവസം ജയിലിൽ അല്ലെങ്കിൽ തടവിൽ കഴിഞ്ഞാൽ സ്ഥാനം നഷ്ടമാകുമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി ബില്ലാണ് 130-ാം ഭരണഘടനാ ഭേദഗതി ബിൽ. 130-ാം ഭരണഘടനാ ഭേദഗതി ബിൽ. പ്രഥമ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ഫെസ്റ്റിവലിന്റെ ഭാഗ്യചിഹ്നം. പ്രഥമ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ഫെസ്റ്റിവലിന്റെ ഭാഗ്യചിഹ്നം ഹിമാലയൻ കിങ്ഫിഷർ ആണ്. ഹിമാലയൻ കിങ്ഫിഷർ. 2026 നടക്കാൻ പോകുന്ന 64ാമത് കേരള സ്കൂൾ കലോത്സവത്തിന്റെ വേദി. 2026 നടക്കാൻ പോകുന്ന 64ാമത് കേരള സ്കൂൾ കലോത്സവത്തിന്റെ വേദി തൃശൂർ. ഏത് ഇന്ത്യൻ ബഹിരാകാശ സാങ്കേതിക സ്റ്റാർട്ടപ്പിന്റെ ആദ്യ വാണിജ്യ ഉപഗ്രഹ ദൗത്യമാണ് ലീപ് 1? പേര് ലീപ് 1. ഏതിന്റെയാണ്? ധ്രുവ സ്പേസിന്റെയാണ്. ഏത് ഇന്ത്യൻ ബഹിരാകാശ സാങ്കേതിക സ്റ്റാർട്ടപ്പിന്റെ ആദ്യ വാണിജ്യ ഉപഗ്രഹ ദൗത്യമാണ് ലീപ് 1? ധ്രുവ സ്പേസ്. അവർ ലിവിംഗ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പുസ്തകം രചിച്ചത്? അവർ ലിവിംഗ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പുസ്തകം രചിച്ചത് ശശി തരൂർ ആണ്. ശശി തരൂർ. ജനസംഖ്യാ ശാസ്ത്ര ഗവേഷണത്തിനുള്ള ഇന്റർനാഷണൽ യൂണിയൻ ഫോർ സയന്റിഫിക് സ്റ്റഡീസ് ഓഫ് പോപ്പുലേഷന്റെ മാറ്റി ഡോഗൺ പുരസ്കാരം നേടിയ ഇന്ത്യൻ ഗവേഷക? ജനസംഖ്യാ ശാസ്ത്ര ഗവേഷണത്തിനുള്ള ഇന്റർനാഷണൽ യൂണിയൻ ഫോർ സയന്റിഫിക് സ്റ്റഡീസ് ഓഫ് പോപ്പുലേഷന്റെ മാറ്റി ഡോഗൺ പുരസ്കാരം നേടിയ ഇന്ത്യൻ ഗവേഷകയാണ് ഡോക്ടർ KG സന്ധ്യ. ഡോക്ടർ KG സന്ധ്യ. അഴിയും തിരയും കാറ്റും എന്ന പുസ്തകം രചിച്ചത്? പുസ്തകത്തിന്റെ പേര് അഴിയും തിരയും കാറ്റും. ആരുടേതാണ്? അഭിലാഷ് ടോമിയുടേതാണ്. അഭിലാഷ് ടോമി. പുതിയ ആദായ നികുതി ബിൽ നിയമമായി പ്രാബല്യത്തിൽ വരുന്ന തീയതി? പുതിയ ആദായ നികുതി ബില്ല് നിയമമായിട്ട് പ്രാബല്യത്തിൽ വരുന്നത് എന്നാണ്? 2026 ഏപ്രിൽ 1 മുതലാണ്. 2026 ഏപ്രിൽ 1 മുതൽ. കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമായിരുന്ന തലച്ചോർ തീനി എന്നറിയപ്പെടുന്ന അമീബ വകഭേദം? കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമായിരുന്ന തലച്ചോർ തീനി എന്നറിയപ്പെടുന്ന അമീബ വകഭേദമാണ് നെഗ്ലേറിയ ഫൗലേറി. നെഗ്ലേറിയ ഫൗലേറി. കേരളത്തിലെ ആദ്യ ജില്ലാ ജല ബജറ്റ് തയ്യാറാക്കുന്ന ജില്ല? കേരളത്തിലെ ആദ്യത്തെ ജില്ലാ ജല ബജറ്റ് കണ്ണൂർ ജില്ലയാണ്. കണ്ണൂർ ജില്ല. 2025 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ കിരീടം നേടിയത്? 2025 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ കിരീടം നേടിയത് വീയപുരം ചുണ്ടനാണ്. വീയപുരം ചുണ്ടൻ. 2026 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി? 2026 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി ഗ്ലാസ്ഗോയാണ്. സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോ. ധനകാര്യ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന പരമോന്നത ദേശീയ പുരസ്കാരങ്ങളിലൊന്നായ സ്വദേശ് സമ്മാൻ ദേശീയ പുരസ്കാരം നേടിയ കേരള സർക്കാർ സ്ഥാപനം? സ്വദേശ് സമ്മാൻ ദേശീയ പുരസ്കാരം നേടിയ സർക്കാർ സ്ഥാപനം ഏതാണ്? കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസ് ആണ്. KSFE. കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസ്. എല്ലാ വർഷവും സെപ്റ്റംബർ 16 ആചരിക്കുന്ന ലോക ഓസോൺ ദിനത്തിന്റെ 2025 പ്രമേയം? എല്ലാ വർഷവും സെപ്റ്റംബർ 16 ആചരിക്കുന്ന ലോക ഓസോൺ ദിനത്തിന്റെ 2025 പ്രമേയം ശാസ്ത്രം മുതൽ ആഗോള പ്രവർത്തനം വരെ എന്നതാണ്. ശാസ്ത്രം മുതൽ ആഗോള പ്രവർത്തനം വരെ. 2026 ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന നഗരം ഡൽഹിയാണ്. ഡൽഹി. 2026 ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത് ഡൽഹി. നിലവിൽ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. നിലവിൽ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ആരാണ്? CP രാധാകൃഷ്ണൻ. അടുത്തിടെ സാമൂഹിക മാധ്യമങ്ങൾ നിരോധിച്ചതിനെ തുടർന്ന് ജെൻ സി വിപ്ലവം എന്ന പേരിലുള്ള പ്രതിഷേധം നേരിട്ട രാജ്യം ഏതാണ്? നേപ്പാളാണ്. ജെൻ സി വിപ്ലവം. നേപ്പാൾ. ശുക്രനിലേക്കുള്ള റഷ്യയുടെ ബഹിരാകാശ ദൗത്യത്തിന്റെ പേര്?
ശുക്രനിലേക്കുള്ള റഷ്യയുടെ ബഹിരാകാശ ദൗത്യത്തിന്റെ പേരാണ് വെനേറ ഡി എന്നത്. വെനേറ ഡി. 2035 ഇന്ത്യ സ്ഥാപിക്കാൻ ലക്ഷ്യമിടുന്ന ബഹിരാകാശ നിലയത്തിന്റെ പേര് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ. ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ. അവസാനത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ കൃത്രിമ ബുദ്ധി യൂണിവേഴ്സിറ്റി സ്ഥാപിക്കപ്പെട്ടത് ഏത് സംസ്ഥാനത്താണ്? കൃത്രിമ ബുദ്ധി യൂണിവേഴ്സിറ്റി AI യൂണിവേഴ്സിറ്റി സ്ഥാപിക്കപ്പെട്ടത് മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്ര. യൂണിവേഴ്സൽ AI യൂണിവേഴ്സിറ്റി. യൂണിവേഴ്സൽ AI യൂണിവേഴ്സിറ്റി. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.